الله أكبر الله أكبر الله أكبر الله أكبر أشهد أن لا إله إلا الله أشهد أن لا إله إلا الله أشهد أن محمدًا رسول الله أشهد أن محمدًا رسول الله حي على الصلاة حي على الصلاة حي على الفلاح حي على الفلاح الله أكبر الله أكبر لا إله إلا الله السلام عليكم ورحمة الله. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين
الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. अल्लाह ताला के फजल से इंशाअल्लाह ताला അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഇൻഷാ അല്ലാ അഹമ്മദിയ ജമാഅത്തിന്റെ ജൽസ സാലാന അടുത്ത ജുമാ മുതൽ തുടങ്ങുന്നതാണ്. ജൽസഗ അല്ലെങ്കിൽ ജൽസയുടെ തയ്യാറെടുപ്പുകൾ നടക്കുന്ന സ്ഥലത്ത്, അതായത് ഹദീഖത്തുൽ മഹദിയിൽ, അവിടെ ഇതുവരേക്കും തയ്യാറെടുപ്പുകൾ പൂർത്തിയായിരിക്കുകയാണ്. അതിഥികളും വന്നുകൊണ്ടിരിക്കുകയാണ്. ജലസയുടെ അനുഗ്രഹങ്ങൾ നേടാനായി ഇവിടെ വന്നിട്ടുള്ളവരും യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നവരും ഇനി വരാനുള്ളവരുമായ എല്ലാ അതിഥികളെയും അള്ളാഹു സംരക്ഷിക്കുമാറാകട്ടെ. യാത്ര ചെയ്യുന്നവരുടെ യാത്ര അവൻ എളുപ്പമാക്കി കൊടുക്കട്ടെ. അള്ളാഹു എല്ലാവരെയും തന്റെ സംരക്ഷണത്തിൽ വെക്കുമാറാകട്ടെ. എല്ലാ സുഖത്തോടും ഇവിടെ എത്തിക്കുമാറാകട്ടെ. ലോകത്തിന്റെ അവസ്ഥ അതിവേഗം മോശമായി കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ യാത്രയെയും യാത്രക്കാരെയും കുറിച്ച് വളരെ വ്യാകുലപ്പെടേണ്ടതായിട്ടുണ്ട്. ഏതായാലും അള്ളാഹു എല്ലാവരെയും, അഹമ്മദികളെ മാത്രമല്ല എല്ലാവരെയും തന്റെ സംരക്ഷണത്തിൽ വെക്കുമാറാകട്ടെ എന്നാണ് നമ്മുടെ പ്രാർത്ഥന. വാഗ്ദത്ത മസീഹ് അലൈഹി ഇസ്ലാമിന്റെ നിയോഗോദ്ദേശമായ ശാന്തിയും സമാധാനവും പ്രാപിക്കുന്നവരായി മാറട്ടെ. നമുക്കെല്ലാം അറിവുള്ളതുപോലെ സേവനത്തിന് സ്വയമേവ സന്നദ്ധനാവുക എന്ന ആവേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ജലസയുടെ ഏർപ്പാടുകൾ നടന്നുവരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഒരാഴ്ച മുമ്പ് തന്നെ എല്ലാ പ്രവർത്തകരെയും ഉത്ബുദ്ധരാക്കേണ്ടതുണ്ട്. ഇതിനെക്കുറിച്ച് ഏതാനും കാര്യങ്ങൾ പറയാനാണ് ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നത്. അതിഥികളെ സംബന്ധിച്ച കാര്യങ്ങൾ ജലസയിലെ സേവകരുമായി മാത്രം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നല്ല, മറിച്ച് ജലസയുടെ അതിഥികൾ എത്തിച്ചേരുന്ന വീട്ടിലെ ഓരോ വ്യക്തിയുമായും അത് ബന്ധപ്പെട്ടു നിൽക്കുന്നു. മാത്രമല്ല, ഒരു വിശ്വാസി മറ്റു ദിനങ്ങളിലും അതിഥിയെ ബഹുമാനിക്കുകയും ആതിഥ്യമരുളുകയും ചെയ്യേണ്ടതാണ്. അവന് നിർബന്ധമാക്കപ്പെട്ടതാണത്. ഏതായാലും ഞാനിപ്പോൾ ജലസയുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളിലേക്ക് ശ്രദ്ധ ക്ഷണിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ജൽസ സാലാനയായിരിക്കും ഇപ്പോഴത്തെ വിഷയം. ജൽസയിൽ പങ്കെടുക്കുന്ന അതിഥികൾ, അതിൽ പങ്കെടുക്കാനായി വരുന്നവർ പൂർണ്ണമായും ഞാൻ പറഞ്ഞതുപോലെ ദീൻ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് വരുന്നത്. അവരുടെ ലക്ഷ്യവും അതായിരിക്കേണ്ടതാണ്. ഈ ഒരു ലക്ഷ്യമുണ്ടാകുമ്പോൾ അതിഥിയുടെ പ്രാധാന്യം വളരെ വർദ്ധിക്കുന്നു. പ്രത്യേകിച്ചും ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ജലസയിൽ പങ്കെടുക്കുന്നതിൽ
വളരെ ഊന്നൽ നൽകിയിട്ടുണ്ട്. और इससे खालिस दीनी अगर ഇത് തീർത്തും മതപരമായ ഉദ്ദേശ ലക്ഷ്യങ്ങളെ മുൻനിർത്തിയാണെന്നും ദൈവപ്രീതി കരസ്ഥമാക്കാനുള്ള മാർഗമാണിതെന്നും ആ മഹാത്മാവ് പറയുകയുണ്ടായി. किस कदर इसकी अहमियत बढ़ जाती है. അതുകൊണ്ട് തന്നെ അതിന്റെ പ്രാധാന്യം വളരെയേറെയാണ്. आने वाले किसी जाती मुफाद के लिए नहीं आते, വരുന്നവർ വല്ല സ്വാർത്ഥ താൽപര്യങ്ങൾക്കായല്ല വരുന്നത്, रौनक में हिस्सा लेने के लिए नहीं आते. വല്ല ഭൗതിക മേളകളിലും പങ്കെടുക്കണം എന്ന് കരുതിയുമല്ല. तो अपने ഈ ലക്ഷ്യങ്ങൾക്കായാണ് ആരെങ്കിലും വരുന്നതെങ്കിൽ बस यहाँ അവൻ അതിന്റെ പുണ്യം പാഴാക്കി കളയുകയാണ് ചെയ്യുന്നത്. की വിവിധ വകുപ്പുകളിലായി मुख्तलिफ शोबा സേവനം അർപ്പിച്ചുകൊണ്ട് काम करने ആത്മാർത്ഥരായ ജനങ്ങൾ के अपने आप സ്വീകരിക്കുന്ന അതിഥികൾ സാധാരണ അതിഥികളല്ല. आम मेहमान नहीं है, बल्कि ज़माने के इमाम के कायम करदा निज़ाम കാലത്തിന്റെ ഇമാം സ്ഥാപിച്ച വ്യവസ്ഥയ്ക്ക് ലബ്ബേക്ക് പറഞ്ഞുകൊണ്ട് अल्लाह ताला की खातिर അള്ളാഹുവിനു വേണ്ടി ഒരുമിച്ചു കൂടുന്ന അതിഥികളാണ് ഇവർ. फिर यूके में जलसा सालाना में शामिल होने के लिए आने वाले मेहमान तो खास तौर पर പ്രത്യേകിച്ചും യു കെയിലെ ജൽസയിൽ പങ്കെടുക്കാനായി വരുന്നവർ जो खास പല വ്യാകുലതയോടും फिर से പല പ്രതിസന്ധികളെയും തരണം ചെയ്തും തങ്ങളെക്കാൾ വലിയ ചെലവ് വഹിച്ചുമാണ് വരുന്നത്. और बड़ी दूर दूर से आते हैं വളരെ ദൂരത്തു നിന്നും വരുന്നവരുമാണവർ. कि ये सफर हर लिहाज ഈ യാത്ര बरकत എല്ലാ നിലയിലും അനുഗ്രഹപൂർണമായി തീരുന്നതിനു വേണ്ടി खिलाफत से मोहब्बत उनको यह एहसास दिला रही होती है कि ഖിലാഫത്തിനോടുള്ള അവരുടെ സ്നേഹം से मुलाकात കാലത്തിന്റെ ഖലീഫയെ സന്ദർശിക്കാനുള്ള ഒരു അവസരം കൂടിയാണല്ലോ ഇതെന്ന് അവരെ ചിന്തിപ്പിക്കുന്നു. नौवाइन വിവിധ രാജ്യങ്ങളിൽ നിന്ന് ജനങ്ങൾ വരാറുണ്ട്. നവാഹമ്മദികളും പഴയ അഹമ്മദികളുമായവർ അതിലുണ്ട്. को देखता हूँ, ഈ വരുന്നവരുടെ കണ്ണുകളിൽ ഖിലാഫത്തിനോടുള്ള അവരുടെ സ്നേഹം കാണുമ്പോൾ बात बढ़ते हैं അള്ളാഹു ഏതു വിധത്തിലാണ് में വിശ്വാസികളുടെ ഹൃദയത്തിൽ ഖിലാഫത്തിനോടുള്ള സ്നേഹം സംജാതമാക്കുന്നതെന്ന് കാണുമ്പോൾ അള്ളാഹുവിനോടുള്ള നന്ദി അത് ഒരുപാട് വർദ്ധിക്കുന്നു. ഒരു മനുഷ്യന്റെ ശ്രമം കൊണ്ട് ഇതൊരിക്കലും സാധ്യമല്ല. कि अल्लाह ताला ने ഇക്കാലത്ത് അള്ളാഹു ഹസ്രത്ത് മസീമോദ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ അയച്ചുകൊണ്ട് इस निज़ाम को जारी फरमाया അങ്ങേക്ക് ശേഷം ഈ വസ്തുതയെ നിലനിർത്തിക്കൊണ്ട് മാത്രമാണ് ഇത് സാധ്യമായത്. और हकीकी तालीम से ഇസ്ലാമിന്റെ സ്വച്ഛവും യഥാർത്ഥവുമായ അധ്യാപനങ്ങൾ ലോകത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നതിന് വേണ്ടിയാണത്. प्यार और मोहब्बत സ്നേഹത്തിന്റെയും അനുകമ്പയുടെയും ഇസ്ലാമിക സന്ദേശങ്ങൾ ലോകത്തിന് എത്തിച്ചു കൊടുക്കാനാണത്. को ये बताया जाए യഥാർത്ഥ ഇസ്ലാമിൽ മാത്രമേ ലോകത്തിന് സമാധാനം ലഭിക്കുകയുള്ളൂ എന്ന് ലോകത്തോട് പറയാനാണത്. देखने के लिए, सुनने के लिए, सीखने के लिए ആയതിനാൽ ഈ കാര്യങ്ങൾ കാണാനും കേൾക്കാനും പഠിക്കാനുമാണ് ജനങ്ങൾ ഇവിടെ വരുന്നത്. ഖിലാഫത്തിനോടുള്ള സ്നേഹത്തിന് കാരണവും ഇത് തന്നെയാണ്. मुल्कों की नुमाइंदगी जलसे पर होती ജർമ്മനിയിലെ ജൽസയിലും है और अच्छी खासी तादाद में होती है. പല രാജ്യങ്ങളിലെയും പ്രതിനിധികൾ പങ്കെടുക്കാറുണ്ട്. വളരെ കൂടുതലായി തന്നെ വരാറുണ്ട്. കാലത്തിന്റെ ഇമാമിനെ കാണാനാണ് അവർ വരുന്നത്. പ്രത്യേകിച്ചും യു കെയിലെ ജൽസയിൽ ഒരുപാട് പേർ വരുന്നത് उठाएंगे ജൽസയിലെ ഈ ആത്മീയ അന്തരീക്ഷത്തിൽ നിന്ന് പ്രയോജനം ഉൾക്കൊള്ളാനും दीनी प्रोग्राम വൈജ്ഞാനികവും ശിക്ഷണപരവുമായ കാര്യങ്ങളിൽ പങ്കെടുക്കാനും तो इस्लाम की വാഗ്ദത്ത മസീഹിന്റെ ദുആകൾക്ക് അവകാശിയാവാനും കാലത്തിന്റെ मुलाकात भी हो जाएगी. ഖലീഫയുമായി കൂടിക്കാഴ്ച നടത്താനും വേണ്ടിയാണ്. ऐसा है ചുരുക്കത്തിൽ जो किसी എല്ലാ ഭൗതിക ബന്ധങ്ങൾക്കും അതീതമായ ബന്ധമാണത്. और इसी बात की तरफ हज़रत मसीह मौद अलैहिस्सलातु ഈ കാര്യത്തിലേക്കാണ് ഹസ്രത്ത് മസീമോദ് അലൈഹി സ്വലാത്തു വസ്സലാം वस्सलाम दिलाई. തന്റെ ബയ്യത്തിന്റെ നിബന്ധനകളിൽ बस यहाँ മറ്റുള്ളവരുടെ ശ്രദ്ധയെ ക്ഷണിച്ചിട്ടുള്ളതും. ആയതിനാൽ मेहमानों का ഇവിടെ വരുന്നവർ അവരുടെ സ്ഥാനം एक खास मुकाम ഒരു പ്രത്യേക സ്ഥാനമാണ്. और इनकी अहमियत है और വളരെ പ്രാധാന്യം അർഹിക്കുന്നതുമാണത്. वालों की भी अहमियत बढ़ जाती അതുകൊണ്ട് തന്നെ ഈ അതിഥികളെ സേവിക്കുന്നവരുടെ പ്രാധാന്യവും വർദ്ധിക്കുന്നു. ഈ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് है. तो समझते हुए ही अफराद जमात ജമാഅത്ത് അംഗങ്ങൾ സേവനത്തിനായി തങ്ങളെ സമർപ്പിക്കുന്നതും खिदमत के लिए, मेहमानों की खिदमत के लिए अपने आप को पेश करते हैं.
एक दुनियावी लिहाज से ഭൗതികമായി ഉയർന്ന നന്നായി സമ്പാദിക്കുന്ന ഓഫീസറെ തന്നെയും और दूसरे പാത്രങ്ങളിൽ ഭക്ഷണം പാകം ചെയ്യാനും ചപ്പാത്തികൾ ചുമക്കാനും മറ്റു പല കാര്യങ്ങളിലേക്കും ചുമതലപ്പെടുത്തുന്നു. काम करता ഏതുവരെ എന്നാൽ ടോയ്ലറ്റ് പോലും വൃത്തിയാക്കാൻ അവർ സന്തോഷത്തോടെ തയ്യാറാകുന്നു. है। मेहमानों की खिदमत കാരണം से वो ഈ അതിഥികളെ സേവിക്കുന്നതിലൂടെ അവർ ഒരുപാട് ദുആകൾക്ക് അവകാശികളായിത്തീരുന്നു. गैर जमात मेहमानों के लिए तबलीग का भी बायस बन रहा തന്നെയുമല്ല ഈ സേവകർ അനഹമ്മദികളായ അതിഥികൾക്ക് തബ്ലീഗ് ചെയ്യാനും കാരണമായിത്തീരുന്നു. है। जब जलसा गाह में फिर कर पानी पिला रहा होता है, ജൽസഗായിൽ വെള്ളം നൽകുന്ന ഒരു ബാലൻ പോലും നിശബ്ദനായി തബ്ലീഗ് ചെയ്യുകയാണ് ചെയ്യുന്നത്. कि हम वो लोग हैं जो ലോകത്ത് കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ വന്നവരല്ല ഞങ്ങൾ, बल्कि दुनिया को മറിച്ച് लाते हैं। ലോകത്തെ ആത്മീയവും ഭൗതികവുമായ പാനീയം കുടിപ്പിക്കുന്നവരാണ് ഞങ്ങൾ എന്നാണ് അത് വിളിച്ചോതുന്നത്. मेहमान की अहमियत ആയതിനാൽ को भी बढ़ा അതിഥിയുടെ പ്രാധാന്യം ആതിഥേയന്റെ പ്രാധാന്യത്തെ വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. नहीं आ सकती। ഇത് ലോകത്ത് മറ്റെവിടെയും കാണാൻ സാധ്യമല്ല. वो कारकुन ഇങ്ങനെയുള്ള അതിഥികളെ യാതൊരു ലാഭേച്ഛയുമില്ലാതെ സേവിച്ചുകൊണ്ട് ദൈവപ്രീതി കരസ്ഥമാക്കാൻ ആഗ്രഹിക്കുന്ന പ്രവർത്തകർ ഭാഗ്യം ചെയ്തവരാണ്. करके अल्लाह ताला की रजा को हासिल करने वाले बन रहे होते हैं। कुरान करीम में भी अल्लाह ताला ने വിശുദ്ധ ഖുർആനും അതിഥികൾക്കും അതിഥി സൽക്കാരത്തിനും വളരെയേറെ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. हजरत इब्राहिम अलैहिस्सलाम के ഹസരത്ത് ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ को जब जिक्र സ്ഥാനത്തെപ്പറ്റിയും അദ്ദേഹത്തിന്റെ മഹത്വത്തെപ്പറ്റിയും പറഞ്ഞപ്പോൾ खास तौर पर അദ്ദേഹത്തിന്റെ ആദിത്യ മര്യാദയെപ്പറ്റിയും പറയുകയുണ്ടായി. वो मेजबान ആയതിനാൽ जो बेनफ्स होकर നിസ്വാർത്ഥമായി ആതിഥ്യമരുളുന്ന അതിഥിയെ കണ്ട ഉടനെ मेहमान को മറ്റു കാര്യങ്ങൾ ചെയ്യുന്നതിനു പകരം അതിഥിയെ സേവിക്കാനായി വ്യാകുലപ്പെടുന്ന ആതിഥേയർ, അത്തരം ആളുകൾ काम के बजाय അള്ളാഹുവിന്റെ പക്കൽ പ്രത്യേകം സ്ഥാനം അലങ്കരിക്കുന്നവരാണ്. हुए उनके लिए तैयारी शुरू कर देते हैं। ऐसे लोगों का अल्लाह ताला के नजदीक एक मुकाम है, കാരണം क्योंकि അതിഥികളെ സേവിക്കുന്നതിലൂടെ അള്ളാഹുവിന്റെ തൃപ്തി ലഭിക്കുമെന്ന് അവർ മനസ്സിലാക്കുന്നു. इस खिदमत से, मेहमानों की खिदमत से अल्लाह ताला राजी होगा। अल्लाह ताला की रजा ही उनके पेश नजर होती है। അള്ളാഹുവിന്റെ തൃപ്തി തന്നെയാണ് कोई അവർ ആഗ്രഹിക്കുന്നതും. कोई मतलब कोई മറ്റു വല്ല ആഗ്രഹമോ ഉദ്ദേശമോ करने നന്ദി പ്രകടനമോ നേടുക എന്നത് करना उनका അവരുടെ ലക്ഷ്യമല്ല. बस दुनिया में ना ആയതിനാൽ मेहमानों की मिसालें मिलती हैं, ലോകത്ത് ദൈവത്തിന് വേണ്ടി യാത്ര ചെയ്യുകയും ഭൗതിക ലക്ഷ്യങ്ങളില്ലാത്തവരുമായ മറ്റതിഥികളെ കാണാൻ കഴിയില്ല. मिसाल मिलती है जो सिर्फ अल्लाह ताला की അതുപോലെ തന്നെ मेहमानों അള്ളാഹുവിന്റെ തൃപ്തിക്ക് മാത്രമായി ആതിഥ്യമരുളുന്നവരെയും കാണാൻ സാധ്യമല്ല. मेहमानों के आने से पहले ही उनको सहूलियात मुहैया करने के लिए അതിഥികൾ എത്തുന്നതിന് മുമ്പേ തന്നെ അവരുടെ സൗകര്യാർത്ഥം करके വാസയോഗ്യമല്ലാതിരുന്ന കാട് വക്കാറാമൽ ചെയ്ത് इस्तेमाल बना रहे हैं। വാസയോഗ്യമാക്കുകയാണ് അവർ ചെയ്യുന്നത്. ये खूबसूरत नक्शा ഈ മനോഹരമായ ദൃശ്യം हमें सिर्फ നമുക്ക് അഹമ്മദിയ പ്രസ്ഥാനത്തിൽ മാത്രമാണ് കാണാൻ സാധിക്കുക. कि अल्लाह ताला और उसके എന്തുകൊണ്ടെന്നാൽ सल्लल्लाहु अलैहि वसल्लम के ഈ കാലഘട്ടത്തിൽ അള്ളാഹുവിന്റെയും അവന്റെ റസൂലിന്റെയും നിർദ്ദേശാനുസരണം കാലത്തിന്റെ ഖലീഫയെ വിശ്വസിച്ചവരാണ് നാം. की लड़ी में परोए गए हैं ഖിലാഫത്തുമായി കോർത്തിണക്കപ്പെട്ടവരാണ് നാം. की कोशिश करते हैं, ദീനിനെ ദുനിയാവിനേക്കാൾ മുന്തിക്കുമെന്ന പ്രതിജ്ഞ मुकदम रखें। പൂർത്തിയാക്കാൻ പരിശ്രമിക്കുന്നവരാണ് साल का നാം. तजुर्बा है कि हर छोटा बड़ा मर्द औरत വലിയവരും ചെറിയവരും സ്ത്രീയും പുരുഷനും കുട്ടികളും യുവാക്കളും വൃദ്ധരുമെല്ലാം ഒരു പ്രത്യേക ആവശ്യത്തിലെയാണ് സേവനം ചെയ്യുന്നതെന്നത് വർഷങ്ങളായുള്ള അനുഭവമാണ്. इंशाअल्लाह ताला ഈ വർഷവും क्लियर हो रही है। സേവനങ്ങൾ അർപ്പിക്കപ്പെടുക ഇതേ ആവേശത്തോടെ ആയിരിക്കും എന്നതിൽ ഒരു സംശയവുമില്ല. എനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന വക്കാറാമലിന്റെ റിപ്പോർട്ട് അനുസരിച്ച് ऐसे ഈ വർഷം അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ शामिल हो रहे हैं, പ്രവൃത്തി പരിചയമില്ലാത്ത तजुर्बा नहीं അല്ലെങ്കിൽ മുമ്പ് ശ്രദ്ധ കുറഞ്ഞിരുന്ന
യുവാക്കൾ പോലും या വഖഫിയാർജി ചെയ്തുകൊണ്ട് पहले इस तरफ तो വഖറ അമൽ ചെയ്യാൻ സന്നദ്ധരായിട്ടുണ്ട് എന്നാണ്. जो अपने आप को जमात से मुंसलिक करता है और समझता है कि मैं अहमदी हूँ, उसके बारे में ഞാൻ അത്തരം ആളുകളോട് പറയാറുള്ളത്, हमेशा ये कहा करता हूँ कि अगर उनमें से ആർക്കെങ്കിലും ജമാഅത്തി ജോലികൾ ചെയ്യാൻ അശ്രദ്ധയുണ്ടെങ്കിൽ जमात അതിനു കാരണം അത്തരം ആൾക്കാരെ ജമാഅത്തി പ്രവർത്തനത്തിലേക്ക് ശ്രദ്ധ ചെലുത്താൻ ചുമതലപ്പെട്ടവർ दिलाने അവരുടെ ഉത്തരവാദിത്വം നിർവഹിക്കുന്നില്ല എന്നാണ്. पर अपना फर्ज अदा नहीं करते। लेकिन ये नहीं हो सकता कि किसी भी फर्द को അഹമ്മദിയായ വ്യക്തിയെ अहमदी कहता है, ജമാഅത്തിന്റെ ഏതെങ്കിലും പ്രവർത്തനത്തിനായി വിളിക്കുകയും किसी काम അവൻ വരാതിരിക്കുകയും ചെയ്യുക എന്നത് ഒരിക്കലും സംഭവ്യമല്ല. सही रहनुमाई करना हमारा फर्ज है ആയതിനാൽ और इसलिए ശരിയായ മാർഗനിർദ്ദേശം നൽകേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. रहनुमाई मिलती रहे। അതുകൊണ്ട് തന്നെയാണ് सही रहनुमाई അള്ളാഹു ഓർമ്മ കിട്ടാൻ വേണ്ടി ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കാൻ കൽപ്പിച്ചിട്ടുള്ളതും. रहनुमाई और नसीहत യഥാർത്ഥ മാർഗദർശനവും യഥാർത്ഥ രീതിയിലുള്ള മാർഗദർശനവും മനുഷ്യനെ സ്വാധീനിക്കുന്നു. होती है। फिर सिर्फ यही नहीं कि कमजोर ദുർബലരും അശ്രദ്ധരുമായക്ക് മാത്രമല്ല മാർഗദർശനത്തിന്റെയും ഉപദേശത്തിന്റെയും ആവശ്യകതയുള്ളത്. होने वाले हैं जिनको निजाम ജമാഅത്തിൽ പുതുതായി പ്രവേശിച്ച് നിസാമിനെപ്പറ്റി നല്ല അവഗാഹമില്ലാത്തവർക്കും ജമാഅത്തി സേവനത്തിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കി കൊടുക്കേണ്ടത് അനിവാര്യമാണ്. गो इन नए शामिल होने वालों की अक्सरियत പുതുതായി വരുന്ന ഭൂരിപക്ഷം പേരും മറ്റുള്ളവരുടെ മാതൃക കണ്ടാണ് സ്വയം ജമാഅത്തി സേവനത്തിനായി സമർപ്പിക്കുന്നത്. तवज्जो की जरूरत रहती है। എന്നിരുന്നാലും ഉണർത്തേണ്ടത് അനിവാര്യമാണ്. हो रहे हैं അതുപോലെ തന്നെ और खिदमत की तरफ तवज्जो दिलाने की जरूरत होती है। കുട്ടികളെയും ഡ്യൂട്ടി നിർവഹിക്കുന്നതിലേക്ക് ശ്രദ്ധ ചെലുത്തേണ്ടതായിട്ടുണ്ട്. खिदमत के लिए ഞാൻ പറഞ്ഞതുപോലെ से आगे आए हैं പുതിയ യുവാക്കൾ സേവനത്തിനായി മുന്നോട്ട് വന്നിരിക്കുകയാണ്. और उन्हें मजीद फाल അവരുടെ ശരിയായ ഗൈഡൻസിനും അതിഥിയെ സേവിക്കുന്നതിൽ इस तरह की जान അവരെ വീണ്ടും സജീവമാക്കുന്നതിനും സേവനത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കി കൊടുക്കുന്നതിനും नसीहत की जरूरत होती ഉപദേശിക്കേണ്ടതായിട്ടുണ്ട്. है। इसलिए अल्लाह ताला का ये हुक्म है അതുകൊണ്ടാണ് അള്ളാഹു കൽപ്പിച്ചത്, फ़इन्न ज़िक्र ഫദക്കിർ अनफ़उल मोमिनीन, ഇന്ന ദിക്റ തൻഫഉൽ മുഅ്മിനീൻ. यानी याद दिलाता रहे, क्योंकि അതായത് याद दिलाना ഉപദേശിച്ചുകൊണ്ടേയിരിക്കുക. എന്തുകൊണ്ടെന്നാൽ ഉപദേശം തീർച്ചയായും ഫലം ചെയ്യുന്നതാണ്. बस അള്ളാഹുവിന്റെ കൽപ്പനകളെല്ലാം തന്നെ തത്വജ്ഞാന നിർഭരമാണ്. बात को दोहराना ആയതിനാൽ ഈ ഉപദേശങ്ങളെയും വ്യർത്ഥമായ ആവർത്തനങ്ങളായി കരുതരുത്. ध्यानी से ही अपनी अहमियत का ഒരുപാട് പ്രവർത്തകർക്ക് ഈ ഉപദേശങ്ങൾ കൊണ്ട് തന്നെയാണ് തങ്ങളുടെ പ്രവർത്തനങ്ങളുടെ പ്രാധാന്യത്തെപ്പറ്റി ബോധ്യം വരുന്നത്. पहले सुनी होने के बावजूद ശ്രദ്ധിക്കേണ്ടതായ പല കാര്യങ്ങളും ആദ്യം കേട്ടതിനു ശേഷം മറന്നുപോകുന്നു, और याद दहानी से അല്ലെങ്കിൽ അതിലേക്ക് ശ്രദ്ധ ഉണ്ടാകാറില്ല. और बात എന്നാൽ പിന്നീട് ഉപദേശിക്കുമ്പോൾ അതിലേക്ക് ശ്രദ്ധ പതിയുന്നു. ये बात भी याद रखने ചിലർ ഇതിലേക്ക് ശ്രദ്ധിച്ചു തുടങ്ങിയിരിക്കുന്നു എന്ന് मैंने कहा തുറന്നു പറയാറുമുണ്ട്. वाले बहुत से ऐसे हैं കാര്യം കൂടി ഓർമ്മിച്ചുകൊള്ളുക, ഞാൻ പറഞ്ഞതുപോലെ और मुसाफिर ജലസയിൽ വരുന്നവർ അധികവും വളരെ ദൂരെ നിന്ന് യാത്ര ചെയ്തു വരുന്നവരാണ്. मोमिनों को യാത്രക്കാരോടുള്ള കടമ നിർവഹിക്കലും करार दिया। വിശ്വാസികൾക്ക് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നതും जलसा पर അവരുടെ ഗുണമായി വിവരിച്ചിട്ടുള്ളതുമാണ്. तकरीबन ഇവിടെ ജലസയ്ക്ക് വരുന്ന जलसे में शामिल होते ഏതാണ്ട് 1/6 ആളുകളും പുറം രാജ്യങ്ങളിൽ നിന്ന് ജലസയുടെ അനുഗ്രഹങ്ങൾ സ്വരുക്കൂട്ടുന്നതിനായി വരുന്നവരാണ്. मशरक़ वईद से पाकिस्तान से വിദൂര പൗരസ്ത്യ രാജ്യങ്ങളിൽ നിന്നും साउथ अमेरिका പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിൽ നിന്നും ആഫ്രിക്കയിൽ നിന്നും तो बहुत दूर दूर के मालिक അമേരിക്കയിൽ നിന്നും വടക്കേ അമേരിക്കയിൽ നിന്നും തുടങ്ങി വിദൂര രാജ്യങ്ങളിൽ നിന്നും വരുന്നവരാണവർ. मान बाकी में से निस्फ ऐसे हैं ബാക്കിയുള്ളവരിൽ ഏതാണ്ട് പകുതി പേരും മറ്റു പട്ടണങ്ങളിൽ നിന്നും വരുന്നവരാണ്. मुसाफिर हैं, അതുകൊണ്ട് ഇവരെല്ലാം അതിഥികളാണ്, बल्कि बाज बूढ़ों യാത്രക്കാരുമാണ്. वालों के लिए മാത്രമല്ല लंदन से ചില വൃദ്ധരും जाना भी एक सफर होता है, तकलीफ ദുർബലരുമായ ജനങ്ങൾക്ക്
ലണ്ടനിൽ നിന്ന് ഹദീഖത്തുൽ മഹദി വരെ എത്തുക എന്നത് തന്നെ അവർക്കതൊരു ക്ലേശകരമായ യാത്രയാണ്. बस हर ड्यूटी വളരെ ബുദ്ധിമുട്ടുകൾ സഹിച്ച് യാത്ര ചെയ്താണ് അവർ വരുന്നത്. देने वाली कारकुनां को ആയതിനാൽ ഡ്യൂട്ടി കൊടുക്കുന്ന ഓരോരുത്തരും, ഓരോ പ്രവർത്തകനും ഇവർ നമ്മുടെ യാത്രക്കാരാണ്, നമ്മുടെ അതിഥികളാണ്, ഇവരോട് എല്ലാ നിലയിലും നല്ല നിലയിൽ വർത്തിക്കേണ്ടതാണ് എന്ന ബോധം ഉണ്ടായിരിക്കേണ്ടതാണ്. गलत रवैये भी होते हैं. ചിലപ്പോൾ ചില അതിഥികളുടെ മനോഭാവം തെറ്റായിരിക്കാം. काम लेना चाहिए हर कारकुन को. हर ड्यूटी देने वाले എന്നിരുന്നാലും ഓരോ പ്രവർത്തകനും വളരെ ഉത്സാഹത്തോടെ പ്രവർത്തിക്കേണ്ടതാണ്. के कारकुन को സഹനം കൈക്കൊണ്ട് ഓരോ വിഭാഗത്തിലെ പ്രവർത്തകനും हमें अल्लाह ताला തന്റെ ചുമതലകൾ നിർവഹിക്കേണ്ടതാണ്. देखकर कुरान शरीफ में जो तवज्जो दिलाई है, അള്ളാഹു നമ്മെ പ്രവാചകനെ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉദാഹരിച്ചുകൊണ്ട് भरपूर तरीक पर അതിഥിയോട് എങ്ങനെ പെരുമാറണമെന്ന് ഖുർആനിൽ ഉപദേശിച്ചിരിക്കുകയാണ്. उसके लिए അതിഥിയുടെ സലാമിന് മറുപടിയായി അതിലും നന്നായി സലാം പറയുക, अमन और तहफ़्फ़ुज़ देना है. അവനോട് നല്ല നിലയിൽ വർത്തിക്കുക, അവന് സമാധാനവും സംരക്ഷണവും നൽകുക, जब खुशी पहुंचे സന്തോഷം പ്രകടിപ്പിക്കുക എന്നിവയാണവ. मान सिर्फ യഥാർത്ഥ സമാധാനം ലഭിക്കുന്നത് തന്നെ गैर मेहमान സന്തോഷം ലഭിക്കുമ്പോഴാണ്. അതിഥികൾ അഹമ്മദികളായവർ മാത്രമല്ല, बाज़ അതിഥികളല്ലാത്ത മറ്റുള്ളവരെയും ശ്രദ്ധിക്കേണ്ടതുണ്ട്. सिर्फ ऑब्जर्व कर रहे होते हैं. ये देख പുറമേയുള്ള ചിലർ നമ്മുടെ പെരുമാറ്റം എങ്ങനെയെന്നറിയാൻ ചിലത് നിരീക്ഷിക്കാറുണ്ട്. रहे होते हैं, किया जाता है उनसे അവർ തങ്ങളോട് എങ്ങനെ പെരുമാറുന്നു എന്നല്ല, कैसा सलूक. മറിച്ച് നാം മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറുന്നു എന്നാണ് വീക്ഷിക്കാറുള്ളത്. ആയതിനാൽ നാം അതിഥികളെ സേവിക്കേണ്ടവരാണെന്ന കാര്യം എപ്പോഴും മുന്നിൽ വെക്കുക. हकीकी तौर पर ऐसी खिदमत करनी है जो हमें നാം യഥാർത്ഥ നിലയിൽ സന്തോഷമെത്തിക്കുന്ന വിധത്തിലായിരിക്കണം സേവനം ചെയ്യേണ്ടത്. आने वाले मेहमान से हमें നമ്മുടെ അടുത്ത ബന്ധുമിത്രാദികളെ കാണുമ്പോഴുള്ള സന്തോഷമായിരിക്കണം നമ്മുടെ അതിഥികളെ കാണുമ്പോഴും ഉണ്ടായിരിക്കേണ്ടത്. और जब ऐसी खुशी हो तो फिर ആ ഒരു സന്തോഷം ഉണ്ടാകുമ്പോഴാണ് സേവനത്തിന്റെ കടമ നിറവേറ്റപ്പെടുന്നത്. अपनों की खिदमत और मेहमान नवाजी, करीबियों की खिदमत और मेहमान नवाजी എല്ലാവരും सब कर लेते സ്വന്തക്കാരുടെയും ബന്ധുക്കളുടെയും ആതിഥേയത്വം വഹിക്കുകയും അവരെ പരിചരിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. किसी के हों तो उनके नखरे बर्दाश्त कर लेते. വളരെ പ്രിയപ്പെട്ടവനാണെങ്കിൽ പിന്നെ അവരുടെ ചേഷ്ടകൾ വരെ സഹിക്കാൻ തയ്യാറാകാറുമുണ്ട്. जब कोई നമ്മുടെ സേവനത്തിന്റെ യഥാർത്ഥ നിലവാരം മനസ്സിലാകുന്നത് मेहमान आते हैं നമ്മോട് രക്തബന്ധമില്ലാത്തവരെ പരിചരിക്കാൻ ഒരുങ്ങുമ്പോഴാണ്. और समेटने के लिए आते हैं, जैसा कि അതിഥികൾ വരുന്നത് സമാധാനം സ്വായത്തമാക്കാനും അത് സ്വരുക്കൂട്ടാനും വേണ്ടിയാണ്. ഞാൻ പറഞ്ഞതുപോലെ मेहमानों के लिए ജലസയിലെ അതിഥികൾ ഭൗതികേച്ഛ ഒന്നും കൂടാതെയാണ് വരുന്നത്. और आसानियों के मौके फराहम ആയതിനാൽ അങ്ങനെയുള്ള അതിഥികൾക്ക് കഴിവിന്റെ പരമാവധി സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും അവസരങ്ങൾ ഉണ്ടാക്കേണ്ടതാണ്. कि अपने तमाम तर वसाइल നമുക്ക് നൽകാവുന്നതിൽ വെച്ച് ഏറ്റവും ഉന്നതമായ നമ്മുടെ അവസ്ഥകൾക്കനുസരിച്ച് ഏറ്റവും മികച്ച സൗകര്യമായിരിക്കണം അവർക്ക് നൽകേണ്ടത്. इंतजामिया को इस बारे में हमेशा सोचते रहना चाहिए. സംഘാടകർ ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. मेहमानवाजी चाहता है कि बेहतरीन सहूलत मुहैया, അള്ളാഹു നമ്മിൽ നിന്ന് ഇത്തരത്തിലുള്ള ആതിഥേയത്വമാണ് ആഗ്രഹിക്കുന്നത്. जो सबसे ज्यादा അവർക്ക് अल्लाह ताला ഏറ്റവും നല്ല സൗകര്യങ്ങൾ ഉണ്ടായിരിക്കേണ്ടതാണ്. അള്ളാഹുവിന്റെ കൽപ്പനകൾ हमारी इस ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയത് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയായിരുന്നു. ഇക്കാര്യത്തിൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ഗൈഡൻസ് ആണ് നൽകിയിരിക്കുന്നതെന്ന് നോക്കാം. से अदा करो. തിരുമേനി അരുളി, ऐसी मिसाल അതിഥിക്ക് നിന്റെ മേൽ അവകാശമുണ്ട്, നീ അത് നൽകേണ്ടതാണ്. അതിഥികൾ അധികമായപ്പോഴും തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് ആതിഥ്യമരുളാൻ സഹാബാക്കളെ ഏൽപ്പിച്ചതായും ചില അതിഥികളെ സ്വയം പരിചരിച്ചതുമായുള്ള ഉദാഹരണങ്ങളുമുണ്ട്. घर जाकर पता लगा തിരുമേനി അവരെ വീട്ടിൽ കൊണ്ടുപോയപ്പോൾ മനസ്സിലായത് मशरूब है. അല്പം ഭക്ഷണപാനീയങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ്. तो जब आपने पूछा तो उन्होंने अर्ज की അത് ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് തിരുമേനി ചോദിച്ചപ്പോൾ അവർ മറുപടി പറഞ്ഞത് അങ്ങേക്ക് നോമ്പ് തുറക്കാനുള്ള ഭക്ഷണമല്ലാതെ മറ്റൊന്നുമില്ല എന്നായിരുന്നു. और उसको मेहमान को कहा कि अब तुम खाओ. തിരുമേനി അതിൽ നിന്ന് അല്പം എടുത്ത് കഴിച്ചുകൊണ്ട് चखा भी അതിഥിയോട് പറയുകയുണ്ടായി, താങ്കളും കഴിച്ചാലും. यकीनन
कि मेरे लेने और खाने से തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ നിന്ന് അല്പം എടുത്ത് കഴിച്ചത് അതിൽ അള്ളാഹുവിന്റെ ബർക്കത്തുണ്ടാവാൻ വേണ്ടിയായിരിക്കാം. सेरी का बायस बन जाए। അതിഥികൾക്ക് ബർക്കത്തുള്ള ആ ഭക്ഷണം അവരുടെ തൃപ്തിക്ക് കാരണമായിട്ടുണ്ടാകും. से दो हज़रत आयशा के मुताबिक सिर्फ റിവായത്തിൽ നിന്ന് മനസ്സിലാകുന്നത് मेहमान शेर भी हो गए। आप सल्लल्लाहु अलैहि वसल्लम ने തിരുമേനിക്ക് നോമ്പ് തുറക്കാൻ മാത്രം തികഞ്ഞിരുന്ന ആ ഭക്ഷണം तबीयत की തിരുമേനിയുടെ അതിഥികൾക്ക് വേണ്ടുവോളം ആയിരുന്നുവെന്നാണ്. कि सहाबा भी നബി സല്ലല്ലാഹു അലൈഹി വസല്ലം बेलौस തന്റെ സഹാബാക്കൾക്ക് ശിക്ഷണ നൽകിയത് വിവിധമാണ്. സഹാബാക്കളും അതിഥി സൽക്കാരത്തിൽ കറയറ്റ ആവേശം കാണിച്ചവരായിരുന്നു. कुशाइश में ഒരു ബുദ്ധിമുട്ടുമില്ലാതെ और मददगारों की എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരിക്കെ പരിചാരകരുടെ സാന്നിധ്യത്തിൽ ആതിഥ്യമരുളാൻ എല്ലാവരെ കൊണ്ടും സാധിക്കുന്നതാണ്. आपको मुश्किल में डालकर की जाए और मेहमान का यही हक है जो സ്വയം ബുദ്ധിമുട്ടിലാക്കിക്കൊണ്ട് ചെയ്യുന്ന ആതിഥ്യമാണ് യഥാർത്ഥമായിട്ടുള്ളത്. तवज्जो दिलाई। അതിഥിയുടെ ഈയൊരു അവകാശമാണ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥാപിച്ചത്. असर था और सहाबा ഈ അവകാശം അവർക്ക് നൽകാൻ വിശ്വാസികൾ അങ്ങ് പ്രേരിപ്പിക്കുകയും ചെയ്തു. और चलने का शौक നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ തർബിയത്തിന്റെ സ്വാധീനമായിരുന്നു അത്. की हैरत अंगेज സഹാബാക്കൾക്ക് അങ്ങയുടെ മാതൃക പിന്തുടരാൻ വല്ലാത്ത ആവേശമായിരുന്നു. അതുകൊണ്ട് സഹാബാക്കളിലും ആതിഥ്യത്തിന്റെ അത്ഭുതകരമായ ഉദാഹരണങ്ങൾ കാണാവുന്നതാണ്. ऐसी मिसालें हैं मेहमान नवाजी की जिसने अल्लाह ताला को भी खुश कर दिया और इसी खुशी का इजहार അള്ളാഹുവിനെ പോലും തൃപ്തിപ്പെടുത്തിയ മാതൃകകളാണ് അവർ കാഴ്ചവെച്ചത്. हजरत सल्लल्लाहु अलैहि वसल्लम से भी कर दिया। അള്ളാഹു അപ്പോൾ തന്നെ किस मुकाम के मेजबान ആതിഥ്യമരുളിയ ആ സഹാബിയോടുള്ള തന്റെ സന്തോഷം मियां बीवी തിരുമേനിയെ അറിയിക്കുകയുണ്ടായി. जिनको എന്തൊരു സ്ഥാനമായിരുന്നു ആതിഥേയരായ ആ ഭർത്താവിന്റെയും ഭാര്യയുടെയും കുട്ടികളുടെയുമെല്ലാം. അള്ളാഹു അവരോട് തന്റെ സന്തോഷം പ്രകടിപ്പിക്കുകയുണ്ടായി, ഒരുപാട് ശ്ലാഘിക്കുകയുണ്ടായി. यूं बयान होती है, അതിന്റെ വിശദീകരണം ഒരു റിവായത്തിൽ വന്നിട്ടുണ്ട്. बयान करते हैं कि एक मुसाफिर ഹജറത്ത് അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു റിവായത്ത് ചെയ്യുന്നു, आप सल्लल्लाहु अलैहि वसल्लम ने ഒരു യാത്രക്കാരൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ അടുക്കൽ വന്നു. जवाब आया തിരുമേനി അധികക്ക് ഭക്ഷണം കൊണ്ടുവരാൻ വീട്ടിലേക്ക് ആളെ പറഞ്ഞയച്ചു. वसल्लम ने വീട്ടിൽ വെള്ളമല്ലാതെ ഒന്നുമില്ലെന്ന മറുപടിയായിരുന്നു ലഭിച്ചത്. कौन करेगा? അപ്പോൾ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളോടായി പറഞ്ഞു, ഇന്ന് എന്റെ ഈ അതിഥിക്ക് ഭക്ഷണത്തിനുള്ള ഏർപ്പാട് ആരാണ് ചെയ്യുക? सल्लल्लाहु अलैहि वसल्लम के ഒരു അൻസാരി പറഞ്ഞു, एहतमाम करो। ഹുസൂർ, ഞാൻ ഏർപ്പാട് ചെയ്യാം. अपन कहा അങ്ങനെ അദ്ദേഹം വീട്ടിൽ ചെന്നു. बच्चों के खाने के लिए है, हमारे खाने के लिए ഭാര്യയോട് പറഞ്ഞു, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അതിഥിക്കായി ഭക്ഷണം തയ്യാറാക്കുക. करो और फिर വീട്ടിൽ കുട്ടികൾക്ക് മാത്രമുള്ള ഭക്ഷണമേ ഉള്ളൂ, वक्त आए നമുക്ക് പോലും ഭക്ഷണമില്ല എന്ന് ഭാര്യയുടെ മറുപടി. तो औरत ने खाना तैयार किया। ശരി, ഒരു കാര്യം ചെയ്യൂ, നീ ഭക്ഷണം എടുത്തു വെക്കുക, എന്നിട്ട് വിളക്ക് കത്തിക്കുക. किसी तरह കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാൻ സമയമായാൽ അവരെ താരാട്ടുപാടി ഉറക്കുക. അങ്ങനെ ഭാര്യ ഭക്ഷണം തയ്യാറാക്കി, വിളക്ക് കത്തിച്ചു, കുട്ടികളെ എങ്ങനെയോ ഉറക്കി. वो भी खाना खा പിന്നെ വിളക്ക് ശരിയാക്കാനെന്നോണം എഴുന്നേൽക്കുകയും വിളക്ക് കെടുത്തുകയും ചെയ്തു. രണ്ടുപേരും അതിഥിയുടെ കൂടെ ഇരുന്ന് തങ്ങളും കൂടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പ്രകടിപ്പിക്കുകയുണ്ടായി. രാത്രി അവർ പട്ടിണിയോടെയായിരുന്നു കിടന്നുറങ്ങിയത്. പിറ്റേന്ന് രാവിലെ ആ അൻസാരി തിരുമേനിയുടെ സമക്ഷം ഹാജരായപ്പോൾ തിരുമേനി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, इसी मौके നിങ്ങൾ രണ്ടുപേരുടെയും തന്ത്രം കണ്ട് അള്ളാഹു പോലും ചിരിച്ചുപോയി. पर नाजिल हुई कि ഈ പശ്ചാത്തലത്തിലാണ് वयूसिरूना വയൂസിലൂന वलाउ काना बि അല അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസ शुहा नफ्सिही വമൻ യൂക ശുഹ നഫ്സിഹി ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ എന്ന ആയത്ത് അവതരിച്ചതെന്ന് ചില റിവായത്തുകളിൽ വന്നിട്ടുണ്ട്. इसार पेशा मुखलिस मोमिन अपनी जात पर दूसरों को तरजीह देते हैं जबकि वो खुद जरूरतमंद അതായത് के होते हैं। തങ്ങൾക്ക് ദാരിദ്ര്യമുണ്ടെങ്കിൽ പോലും से बचाए गए അവർ തങ്ങളെക്കാൾ മുൻഗണന കൽപ്പിക്കുന്നു. വല്ലവരും തങ്ങളുടെ മനസ്സിന്റെ പിശുക്കിൽ നിന്നും സുരക്ഷിതരായാൽ അവർ തന്നെയാണ് വിജയികൾ. बस ये तदबीर थी उनकी जिस पर अल्लाह ताला भी खुश हुआ कि थोड़ा खाना ആയതിനാൽ അള്ളാഹുവിന്റെ സ്നേഹത്തിന് പാത്രമായ തന്ത്രമായിരുന്നു ഇത്. കുറച്ച് ഭക്ഷണം കണ്ട് खाने से അതിഥിക്ക് മടി തോന്നുകയോ तदबीर उन्होंने വീണ്ടും ഭക്ഷണം എടുക്കാതിരിക്കാൻ വിചാരിക്കുകയോ ചെയ്യരുത് എന്നാണ് അവർ ചിന്തിച്ചത്.
चिराग को बुझा दो ताकि मेहमान അതുകൊണ്ടാണ് വിളക്കണയ്ക്കാൻ അവർ തന്ത്രം പ്രയോഗിച്ചത്. उसको ये एहसास पैदा न हो कि कोई उसकी वजह से घर वालों को तंगी आ रही है. दूसरे हजरत सल्लल्लाहु अलैहि वसल्लम का मेहमान है बस, और उसके लिए तो हमें खास तौर തന്നെ കൊണ്ട് വീട്ടുകാർക്ക് ബുദ്ധിമുട്ടുണ്ടായി എന്ന് അതിഥി വിചാരിച്ചുകൂടാ എന്ന് കരുതിയും അദ്ദേഹത്തെ ബഹുമാനിക്കാൻ അവർ കൽപ്പിക്കപ്പെട്ടതുകൊണ്ടുമാണ് അവർ അങ്ങനെ ചെയ്തത്. രണ്ടാമതായി അദ്ദേഹം തിരുമേനിയുടെ അതിഥിയായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ നന്നായി സൽക്കരിക്കേണ്ടതുണ്ടായിരുന്നു. ഇന്നും ഇക്കാര്യങ്ങൾ നാം നമ്മുടെ മുമ്പിൽ വെക്കേണ്ടതായിട്ടുണ്ട്. ഈ ദിനങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്ന അതിഥികൾ തിരുമേനിയുടെ യഥാർത്ഥ പ്രേമിയുടെ അതിഥികളാണ്. मकसद एक है लेकिन हालात मुख्तलिफ हैं. മതപരമായ ലക്ഷ്യങ്ങൾക്കായി യാത്ര ചെയ്യുന്ന അതിഥികളാണ്. बुलाया जाता है ഇക്കാലത്തും ലക്ഷ്യം ഒന്നു തന്നെയാണെങ്കിലും അവസ്ഥകൾ വ്യത്യസ്തമാണ്. ഇന്ന് പ്രവർത്തകരെ സേവനത്തിനായി അതിഥി സൽക്കാരത്തിനായി വിളിക്കുമ്പോൾ അവരോട് നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോയി അതിഥികളെ സൽക്കരിക്കണമെന്ന് സംഘാടകർ പറയുന്നില്ല. നബി തിരുമേനിയുടെയും സഹാബാക്കളുടെയും കാലത്തുള്ളവരുടെ അവസ്ഥയല്ല ഇന്ന് ജനങ്ങളുടേത്. अपने बच्चों की भूख की कुर्बानी देकर അന്ന് ഭക്ഷണം ഒന്നുമില്ലായിരുന്നു, അല്ലെങ്കിൽ വളരെ കുറവായിരുന്നു. എന്നിട്ടും അവർ പല ക്ലേശങ്ങളും അനുഭവിച്ചുകൊണ്ട് തന്റെ മക്കളുടെ വിശപ്പിനെ പോലും തൃണവൽക്കരിച്ചുകൊണ്ട് സേവനം ചെയ്യാൻ അവർ തയ്യാറായിരുന്നു. ഇവിടെ എല്ലാ സൗകര്യങ്ങളും നൽകിയിട്ടും പ്രവർത്തകരോട് നിങ്ങൾ നിങ്ങളെ തന്നെ സ്വയം ഇതിനായി സമർപ്പിക്കുക എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ജമാഅത്തിന്റെ നിസാം ബാക്കി സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നതാണ്. किस्मत है അതുകൊണ്ട് ഞാൻ പറഞ്ഞതുപോലെ പ്രവർത്തകരായ നിങ്ങളെല്ലാവരും, സ്ത്രീകളും കുട്ടികളും പുരുഷന്മാരുമെല്ലാം ഭാഗ്യം ചെയ്തവരാണ്. കാരണം നിങ്ങൾ ഹസ്രത്ത് മസീഹ് മൗഊദിന്റെ അതിഥികളെ സേവിക്കാൻ നിയോഗിക്കപ്പെട്ടവരാണ്. फराइज़ अदा कर रहे हैं, कोई माली बोझ नहीं पड़ रहा. യാതൊരു ക്ലേശവും കൂടാതെ ആതിഥ്യമരുളേണ്ട കടമ മാത്രമേ നാം ചെയ്യേണ്ടതുള്ളൂ. सुनाना होता था സാമ്പത്തികമോ മറ്റു വല്ല രീതിയിലുള്ളതോ ആയ ത്യാഗം വരിക്കേണ്ടതായിട്ടില്ല. अपने പ്രഭുവിൽ ജൽസാ സാലാന നടക്കാറുള്ളപ്പോൾ मेहमानों के आराम അവിടുത്തെ നിവാസികൾ അതിഥികൾക്ക് വേണ്ടി തങ്ങളുടെ വീടുകളിലെ വിശ്രമം പോലും के मेहमान ബലി കഴിച്ചിരുന്നു. അതിഥികൾക്ക് താമസത്തിനായി ജമാഅത്തിന് തങ്ങളുടെ വീടുകൾ നൽകാറുണ്ടായിരുന്നു. 8-10 दिन ജൽസയുടെ ദിനങ്ങളിൽ 8-10 ദിവസം തുടർച്ചയായി അവിടുത്തെ ലങ്കർ പ്രവർത്തിച്ചിരുന്നുവെങ്കിലും പലവിധ ഭാരങ്ങളും അവർ വഹിച്ചിരുന്നു. कहीं भी नहीं थे जिसके नमूने सहाबा रिज़वानुल्लाह अलैहिम ने हमें दिखाए. എന്നാൽ സഹാബാക്കൾ മാതൃക പ്രദർശിപ്പിച്ചതുപോലുള്ള അവസ്ഥയായിരുന്നില്ലല്ലോ അത്. इस जमाने में हज़रत मसीह मौऊद ഇക്കാലത്ത് अलैहिस्सलाम के उसवा में ഹസരത്ത് മസീമൂദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മാതൃകയിൽ नमूने नजर आते हैं. നമ്മുടെ യജമാനരെ പിൻപറ്റിക്കൊണ്ടുള്ള മാതൃക കാണാം. मेहमानों की मेहमान नवाजी के लिए अपना आराम भी कुर्बान किया. അദ്ദേഹം सर्दी में बगैर किसी അതിഥികളുടെ സുഖത്തിനായി സ്വന്തം സുഖത്തെ ബലി കഴിച്ചു. ശൈത്യകാലത്ത് इंतजामात കമ്പിളിപ്പുതപ്പോ മറ്റു പുതപ്പുകളൊന്നുമില്ലാതെ രാത്രി കഴിച്ചുകൂട്ടി. की रकम के बंदोबस्त के लिए ഭക്ഷണം ഏർപ്പാട് ചെയ്യുന്നതിന് ഹസ്രത്ത് അമ്മാജാന്റെ ആഭരണം പോലും ഉപയോഗിച്ചു. आपके साहबा ने ത്യാഗത്തിന്റെ ഇതേ മാതൃക തന്നെയാണ് അങ്ങയുടെ സഹാബികളും പ്രദർശിപ്പിച്ചത്. तरजीह देते थे. സ്വന്തം സുഖത്തിനുമേൽ മറ്റുള്ളവരുടെ സുഖത്തിന് മുൻഗണന നൽകുകയുണ്ടായി. इजहार फरमाया है कि हमारे अहबाब ഹസരത്ത് മസീമൂദ് അലൈഹി സ്വലാത്തു വസ്സലാമും ऐसे ജലസയുമായി ബന്ധപ്പെട്ട് ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. चाहिए जो दूसरों को തന്റെ സുഹൃത്തുക്കൾ മറ്റുള്ളവരുടെ മേൽ जो अपने സ്വന്തത്തെ മുന്തിക്കുകയല്ല വേണ്ടത്, बल्कि कुर्बानी करनी चाहिए. മറിച്ച് മറ്റുള്ളവർക്ക് വേണ്ടി ത്യാഗം വരിക്കുകയാണ് വേണ്ടത് वाकया है എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. सरदादा पीर सिराजुल हक ചരിത്രത്തിൽ ഒരു സംഭവം രേഖപ്പെട്ട് കിടക്കുന്നുണ്ട്. का बयान है. സാഹിബ്സാദ ये സിറാജുൽ ഹക്ക് സാഹിബ് വിവരിക്കുന്നു, तो इस्लाम ने दे रखी थी ഹസരത്ത് മസീമൂദ് അലൈഹി സ്വലാത്തു വസ്സലാം എനിക്കായി ഒരു കട്ടിൽ और मैं കൊണ്ടുവന്നു തന്നിരുന്നു. जमीन पर मुसल्ला जमीन पर बिछा कर लेट जाता और जो मैं बिस्तर चारपाई पर बिछा लेता तो बाज मेहमान इस चारपाई पर അതിഥികൾ എനിക്ക് തന്നിരുന്ന मेरे दिल കട്ടിലിൽ കിടക്കാറുണ്ടായിരുന്നു. ഞാൻ നിസ്കാരപ്പായ
നിലത്ത് വിരിച്ച് കിടക്കാറായിരുന്നു പതിവ്. ഞാൻ ആ കട്ടിലിൽ കിടക്ക വിരിച്ചാൽ തന്നെയും അതിഥികൾ അതിൽ വന്ന് കിടക്കാറുണ്ടായിരുന്നു. എനിക്കതിൽ യാതൊരു പരിഭവവും ഉണ്ടായിരുന്നില്ല. और अपना बिस्तर बिछा ഞാൻ വിചാരിച്ചു, അതിഥികളല്ലേ, സാരമില്ല, നമ്മൾ ഇവിടുത്തെ താമസക്കാരാണല്ലോ. ചിലർ എന്റെ കിടക്ക കട്ടിലിനടിയിലേക്ക് എറിഞ്ഞുകൊണ്ട് സ്വന്തം വിരിപ്പ് വിരിക്കാറുണ്ടായിരുന്നു. ഒരിക്കലൊരു സ്ത്രീ ഹസ്രത്ത് മസീമൂദ് അലൈഹി സ്വലാത്തു വസ്സലാമിന് പീർ സാഹിബ് നിലത്താണ് കിടക്കാറ് എന്നറിയിച്ചു. അങ്ങ് ചോദിച്ചു, आप फौरन बाहर तशरीफ കട്ടിൽ എവിടെ പോയി? और गोल कमरे के सामने അദ്ദേഹം പറഞ്ഞു, എനിക്കറിയില്ല. जमीन में क्यों लेट रहे ഹുസൂർ ഉടനെ പുറത്തു വന്ന് ഗോൾ കമറയുടെ അടുത്തേക്ക് എന്ന് വിളിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, मैंने सब हाल अर्ज की നിലത്ത് കിടക്കുന്നത് എന്തിനാണ്? और मैं किसी को कुछ नहीं മഴക്കാലമാണ്, വല്ല പാമ്പും തേളും ഉണ്ടാകും. मदारात हमारे जिम्मे എന്തൊക്കെയാണ് ഉണ്ടായതെന്ന് ഞാൻ ഹുസൂറിനോട് പറഞ്ഞു. और एक चारपाई मेरे എന്നിട്ട് പറഞ്ഞു, ഞാനൊന്നും അവരോട് പറയാൻ പോയിട്ടില്ല. मेरे पास ഇവരെ സ്വീകരിക്കേണ്ടത് നമ്മുടെ കടമയാണല്ലോ. ഇത് കേട്ട് ഹുസൂർ അലൈഹി സ്വലാത്തു വസ്സലാം അകത്തേക്ക് പോവുകയും ഒരു കട്ടിൽ എനിക്കായി അയച്ചു തരികയും ചെയ്തു. चारपाई भिजवा दी 1-2 ദിവസം അതെനിക്ക് കിട്ടിയെങ്കിലും പഴയ സംഭവം തന്നെ വീണ്ടും ആവർത്തിക്കാൻ തുടങ്ങി. फिर आप വീണ്ടും ആരോ ഈ സംഗതി ഹുസൂറിനെ ധരിപ്പിച്ചു. बाद मुझे ഹുസൂർ വീണ്ടും ഒരു കട്ടിൽ എനിക്ക് കൊടുത്തയച്ചു. ഒരു ദിവസം കഴിഞ്ഞ് വീണ്ടും അതേ സംഗതി ആവർത്തിക്കുകയുണ്ടായി. ഹുസൂറിനെ ആരോ വീണ്ടും ഇക്കാര്യം അറിയിച്ചു. करना चाहिए സുബൈ നമസ്കാരത്തിന് ശേഷം ഹുസൂർ എന്നോട് പറഞ്ഞു, സാഹിബ്സാദ സാഹിബ്, നിങ്ങൾ ചെയ്യുന്നത് തന്നെയാണ് ശരി. അതായത് ആതിഥ്യത്തിന്റെ കടമ നിറവേറ്റുക. നമ്മുടെ സുഹൃത്തുക്കൾ ചെയ്യേണ്ടതും അപ്രകാരം തന്നെയാണ്. പക്ഷെ നിങ്ങൾ ഒരു കാര്യം ചെയ്യൂ, നാം ഒരു ചങ്ങല വെച്ച് തരാം. നിങ്ങൾ കട്ടിൽ ചങ്ങലക്കിട്ട് മുകളിൽ തൂക്കിയിട്ടാൽ മതി. ഇത് കേട്ട് മൗലവി അബ്ദുൽ കരീം സാഹിബ് ചിരിക്കാൻ തുടങ്ങി. അദ്ദേഹം പറഞ്ഞു, ഒരു പ്രയോജനവുമില്ല, എളുപ്പം അയച്ചു മാറ്റാൻ വിരുദ്ധന്മാരാണവർ. ഇത് കേട്ട് ഹുസൂറും ചിരിച്ചു. करता हूँ मजाक की बात तर्जुमा ആദിത്യ മര്യാദയിലെ ചില ലത്തീഫകൾ, അതായത് തമാശകളാണിത്. ലത്തീഫയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്. ചിലപ്പോൾ ഞാൻ ചില കാര്യങ്ങൾ ലത്തീഫ എന്ന് പറഞ്ഞ് അവതരിപ്പിക്കുമ്പോൾ ഈ പദത്തിന് ഉറുദുവിൽ നല്ല കാര്യമെന്നും ഗൌരവമേറിയ കാര്യമെന്നും അർത്ഥമുള്ളതിനാൽ അതിന്റെ തർജ്ജമ ചെയ്യുന്നവർ തമാശയായി അവതരിപ്പിക്കുന്നതിന് പകരം വളരെ ഗൌരവമേറിയ സംഗതിയായാണ് അവതരിപ്പിക്കാറ്. नुक्ता बयान हो ഇങ്ങനെയുള്ള തെറ്റുകൾ അവർക്ക് പറ്റാറുണ്ടെങ്കിലും സ്വന്തം സാധനങ്ങൾ സ്വയം സൂക്ഷിക്കണമെന്ന പാഠവും ഇതിലടങ്ങിയിട്ടുണ്ട്. रहा है अपनी चीज की हिफाजत करनी चाहिए. फिर आप अलैहिस्सलाम के एक नमूने का जिक्र करना चाहता हूँ. ഇനി ഞാൻ ഹുസൂറിന്റെ ഒരു ഉദാഹരണം നിങ്ങളുടെ മുമ്പാകെ വെക്കാനാണ് ആഗ്രഹിക്കുന്നത്. അതിനു മുമ്പായി ठीक है. जो हमारे काम करने वाले अहदेदारों के लिए भी एक नमूना है और कारकुनान നമ്മുടെ പ്രവർത്തകരായ ഭാരവാഹികൾക്കും ഒരു മാതൃക ഇതിലുണ്ട്. जरीफ फरमाते हैं कि जंग സേവകർക്കും ഇതിലൊരു മാതൃകയുണ്ട്. जमा हो गए थे. एक ഹദ്രത്ത് ഷേഖ് യാക്കൂബ് അലി സാഹിബ് ഇർഫാൻ എഴുതുന്നു, ജംഗെ മുഖദ്ദസിന്റെ അവസരത്തിൽ ഒരുപാട് അതിഥികൾ വീട്ടിൽ എത്തിച്ചേർന്നിരുന്നു. मैंने अपनी अहली ഒരിക്കൽ ഹസ്രത്ത് മസീമൂദ് അലൈഹി സ്വലാത്തു വസ്സലാമിന് വീട്ടിൽ ഭക്ഷണം നൽകാൻ മറന്നുപോയി. भूल गई ഞാൻ എന്റെ ഭാര്യയോട് പ്രത്യേകം ഇക്കാര്യത്തിൽ ശ്രദ്ധിക്കാൻ പറഞ്ഞതായിരുന്നു. और हजरत പക്ഷേ തിരക്ക് കാരണം അവൾ മറന്നുപോയി. രാത്രി നേരം ഒരുപാട് വൈകിയിരുന്നു. फिक्र हुई. കുറച്ചുനേരം കാത്തിരുന്നതിന് ശേഷം ഭക്ഷണത്തെക്കുറിച്ച് തിരക്കിയപ്പോൾ എല്ലാവരും വ്യാകുലരായി. हुजूर ബസാറിലെ കടകളെല്ലാം അടച്ചിരുന്നു. ഭക്ഷണം കിട്ടിയില്ല. തന്റെ വിഷമം ഹുസൂറിനെ അറിയിച്ചു. में देख लो ഹുസൂർ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഇത്ര പരിഭ്രമിക്കാൻ എന്തിരിക്കുന്നു? दस्तरखान को देखा तो इसमें रोटियों की चंद സുബ്രയിൽ നോക്ക്, ബാക്കി വല്ലതും ഉണ്ടാകും, അത് മതി. यही काफी है. സുബ്രയിൽ നോക്കിയപ്പോൾ 1-2 റൊട്ടി കഷ്ണങ്ങൾ കണ്ടു. ये सबक ഹുസൂർ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, है. बाज दफा മതി, ഇത് തന്നെ ധാരാളം. അങ്ങനെ ഹുസൂർ അത് കഴിച്ചു. परेशान नहीं होना चाहिए बल्कि അതിനാൽ നമ്മുടെ പ്രവർത്തകർക്ക് ഇതൊരു പാഠമാണ്. ചില സന്ദർഭങ്ങളിൽ ഭക്ഷണം കുറഞ്ഞുപോയാൽ പരിഭ്രമിക്കരുത്. അതിഥികൾക്കായി ത്യാഗം ചെയ്യുകയാണ് വേണ്ടത്. बज़ाहिर ये वाकया नहायत मामूली मालूम होगा. യാക്കൂബ് അലി സാഹിബ് इस्लाम की सादगी വീണ്ടും എഴുതുന്നു, നിസ്സാരമായ സംഗതിയായിരിക്കാം ഒരുപക്ഷെ ഇത്. എന്നാൽ ഇതിൽ നിന്ന് ഹസ്രത്ത് മസീമൂദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ലാളിത്യവും തുറന്ന പെരുമാറ്റവും അത്ഭുതകരാം വിധം തെളിയുന്നുണ്ട്. कि बेवक्त तकलीफ दी जावे ഭക്ഷണത്തിനുള്ള ഏർപ്പാട് വീണ്ടും ചെയ്യാമായിരുന്നു. എല്ലാവരും അതിൽ സന്തോഷിക്കുകയും ചെയ്തേനെ. എന്നാൽ ഹുസൂർ അലൈഹി സ്വലാത്തു വസ്സലാം അസമയത്ത് ബുദ്ധിമുട്ടിക്കാൻ ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് ഭക്ഷണം എന്തുകൊണ്ട് ആരും കൊണ്ടുവന്നില്ല खुशी और कुशादा पेशानी से എന്ന ഔപചാരികതയ്ക്കും അങ്ങ് നിന്നില്ല. മറ്റുള്ളവർ കാണിച്ച ഈ അശ്രദ്ധ അങ്ങ് ചോദ്യം ചെയ്യുകയും ചെയ്തില്ല. മറിച്ച് ഒരു ദേഷ്യവും കാണിക്കാതെ
വളരെ സന്തോഷത്തോടെ മറ്റുള്ളവരുടെ വിഷമങ്ങൾ അകറ്റുകയാണ് ചെയ്തത്. ആയതിനാൽ ഇത്തരം സന്ദർഭങ്ങൾ വരികയാണെങ്കിൽ ഇക്കാര്യങ്ങൾ ഓർമ്മ വെക്കേണ്ടതാണ്. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ നമ്മുടെ പ്രവർത്തകർ നല്ല ധാർമ്മിക ഗുണങ്ങൾ കാണിക്കുന്നവരാണ്. എങ്കിലും ചിലപ്പോൾ ചിലർ പരാതിപ്പെടുന്നവരായിട്ടുണ്ട്. അതുകൊണ്ട് അവർ ഇക്കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്. എന്തായാലും തങ്ങളുടെ പ്രവർത്തകരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ, അവരുടെ ഭക്ഷണകാര്യങ്ങളും മറ്റും ശ്രദ്ധിക്കാൻ ഓരോ വിഭാഗത്തിന്റെയും ഓഫീസർമാർ ബാധ്യതപ്പെട്ടവരാണ്. അവർ ഡ്യൂട്ടി കഴിഞ്ഞു വന്നാൽ അവർക്ക് ഭക്ഷണം കിട്ടാനുള്ള ഏർപ്പാട് നേരത്തെ ചെയ്യേണ്ടതാണ്. നമുക്കൊരു സൈദ്ധാന്തിക നിർദ്ദേശം ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം നൽകിയിട്ടുണ്ട്. അതെല്ലാ പ്രവർത്തകരും മുന്നിൽ വെക്കേണ്ടതാണ്. അതിഥികൾക്കുള്ള ഏർപ്പാടിനെ സംബന്ധിച്ചും ആതിഥ്യ മര്യാദയെപ്പറ്റിയും പരാമർശമുണ്ടായപ്പോൾ ഹുസൂർ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഒരതിഥിക്കും യാതൊരുവിധ ബുദ്ധിമുട്ട് ഉണ്ടാകരുത് എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്നല്ല, കഴിവിന്റെ പരമാവധി അതിഥികൾക്ക് സുഖം നൽകുന്ന കാര്യത്തിൽ ഞാൻ ഊന്നൽ നൽകാറുണ്ട്. അതിഥികളുടെ ഹൃദയം പളുങ്കുപോലെ നേർത്തതാണ്. ചെറിയ ആഘാതമേറ്റാൽ തന്നെയും പൊട്ടിപ്പോകും. മുമ്പ് ഞാൻ അതിഥികളുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാറുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ രോഗം കൂടിയത് കാരണം പല ഭക്ഷണങ്ങളും കഴിക്കാൻ കഴിയാത്തവയാണ്. അതുകൊണ്ട് എനിക്ക് കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ സാധിക്കാറില്ല. മാത്രമല്ല, അതിഥികൾ ഇത്രമാത്രം വർദ്ധിച്ചുവെന്നാൽ അവർക്ക് സ്ഥലം തന്നെ തികയാതെ വന്നിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഭക്ഷണം കഴിക്കുന്നതിൽ നിന്ന് വിട്ടുനിൽക്കാൻ ഞാൻ നിർബന്ധിതനായത്. ആർക്ക് വേണമെങ്കിലും തങ്ങളുടെ ബുദ്ധിമുട്ടുകൾ എന്നോട് പറയാവുന്നതാണ്. ചിലർ രോഗികൾ ആവാറുണ്ട്. അവർക്ക് വേറെ ഏർപ്പാട് ചെയ്യാവുന്നതാണ്. അതിനാൽ ഒരു അതിഥിക്കും മാനസികമായ വിഷമം ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. എപ്പോഴും എല്ലാ സമയത്തും ഉന്നത ധാർമ്മിക ഗുണങ്ങൾ പ്രദർശിപ്പിക്കേണ്ടത് ഓരോ പ്രവർത്തകന്റെയും ചുമതലയാണ്. ഇനി ആരെങ്കിലും വിഷമം പ്രകടിപ്പിച്ചാൽ തന്നെയും അവരോട് രൂക്ഷമായി പെരുമാറാതെ അവരുടെ വിഷമം അകറ്റാൻ ശ്രമിക്കേണ്ടതാണ്. അവസാനമായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ വിവിധ വകുപ്പുകളിൽ പ്രവർത്തകരുടെ തർബിയത്ത് നന്നായി നടന്നു വന്നിട്ടുണ്ട്. അവർക്ക് തങ്ങളുടെ ജോലി എന്താണെന്ന് നന്നായി അറിയുകയും ചെയ്യാൻ പറ്റുമെന്ന വിശ്വാസവുമുണ്ട് അവർക്ക്. എന്നാൽ ചിലപ്പോൾ അനാവശ്യമായ ആത്മവിശ്വാസം സിസ്റ്റത്തിൽ ദൗർബല്യങ്ങൾ ഉണ്ടാക്കും. ആത്മവിശ്വാസം വേണ്ടത് തന്നെയാണ്. പക്ഷേ ചില കാര്യങ്ങൾ സൂക്ഷ്മമായി നോക്കുന്നതിൽ നിന്ന് അലസത കാണിക്കരുത്. രണ്ടാമത്തേത് സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ടതാണ്. അത് പ്രത്യേകിച്ചും സജീവമാക്കേണ്ടത് അനിവാര്യമാണ്. ഇന്ന് ജമാഅത്ത് ലോകത്തിനു മുമ്പാകെ അവതരിക്കപ്പെടുകയും ജമാഅത്ത് വിജയകരമായി പുരോഗതിയിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഈ സാഹചര്യത്തിൽ പല തെറ്റായ കാര്യങ്ങളെയും ജമാഅത്ത് ധൈര്യസമേതം നിഷേധിച്ചു വരികയാണ്. ഈയിടെ ചില ഉഗ്രവാദികൾ ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഇസ്ലാമിനെ അപകീർത്തിപ്പെടുത്തുന്നത് കൊണ്ട് ജമാഅത്ത് എന്നും അത് നിഷേധിച്ചു വന്നിട്ടുണ്ട്. ആയതിനാൽ ഇത്തരം കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അസൂയക്കാരുടെയും ശത്രുക്കളുടെയും എണ്ണം കൂടി വരുന്നു. ജമാഅത്തിനെതിരെ പല ഗൂഢപദ്ധതികളും ആസൂത്രണം ചെയ്യാൻ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കും. ആയതിനാൽ ഈ വകുപ്പിന് ഇപ്പോൾ തന്നെ സജീവമാകേണ്ടതുണ്ട്. ഡ്യൂട്ടി കൃത്യമായി തന്നെ നിർവഹിക്കപ്പെടേണ്ടതാണ്. ഒരു കാര്യം കൂടി ഓർമ്മ വെച്ചുകൊള്ളുക, വളരെ ആഴത്തിൽ സെക്യൂരിറ്റി ചെയ്യുമ്പോഴും നല്ല ധാർമ്മിക ഗുണങ്ങൾ പ്രദർശിപ്പിക്കുന്നതിൽ വീഴ്ച വരാൻ പാടില്ല. ചെക്കിംഗ് പോയിന്റ്സിൽ സേവനം അനുഷ്ഠിക്കുന്നവരെല്ലാവരും ഉന്നത ധാർമ്മിക ഗുണങ്ങൾ പ്രദർശിപ്പിക്കേണ്ടതാണ്. എല്ലാ സ്ഥലത്തും കുട്ടികളെ നിർത്തരുത്. എല്ലായിടങ്ങളിലും മുതിർന്നവരെ നിർത്തേണ്ടതാണ്. എല്ലാത്തിലും ഉപരിയായി എല്ലാ പ്രവർത്തകരും തങ്ങളുടെ ജോലികൾ നല്ല രീതിയിൽ അവസാനിക്കാനായി ദുആ ചെയ്യുക. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും ആരുടെയെങ്കിലും കഴിവുകൊണ്ടോ പ്രയത്നം കൊണ്ടോ അല്ല, മറിച്ച് അള്ളാഹുവിന്റെ സഹായം കൊണ്ടാണ് നടക്കുന്നത്. അള്ളാഹുവിന്റെ അനുഗ്രഹവും സഹായവും നേടാൻ ദുആ വളരെ പ്രധാനപ്പെട്ടതാണ്. അതൊരിക്കലും നാം മറക്കരുത്.
അതുപോലെ തന്നെ പ്രവർത്തകരെ കൂടാതെ മറ്റുള്ളവരും ദുആ ചെയ്യേണ്ടതാണ്. कारकुनों के अलावा അള്ളാഹു ജലസയുടെ എല്ലാ ഏർപ്പാടുകളും കൃത്യസമയത്ത് തന്നെ പൂർത്തീകരിക്കുമാറാകട്ടെ. इंतजामात और नफरत से എല്ലാ രീതിയിലുമുള്ള സൗകര്യങ്ങളും और हर तरह की मेहमानों ജലസയിൽ അവൻ നമുക്ക് തന്നനുഗ്രഹിക്കുമാറാകട്ടെ. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.